നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒരു കേന്ദ്ര സർക്കാർ സ്ഥിരം ജോലി കേരളത്തിൽ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ജോബ് ഇൻഫർമേഷനാണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയ്ക്ക് വേണ്ടിയുള്ള തിരുവനന്തപുരം വലിയമലയിലുള്ള ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിലെ സയന്റിസ്റ്റുമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 6 സ്ഥിരം ഒഴിവുകളാണുള്ളത്. തുടക്ക ശമ്പളത്തിന് 1 ലക്ഷം രൂപയിൽ കൂടുതൽ ലഭിക്കുന്നതായിരിക്കും. വേണ്ട യോഗ്യത ബിടെക്, അതോടൊപ്പം MTech ബിരുദമാണ് വേണ്ട യോഗ്യത. താല്പര്യമുള്ളവരേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. അവരുടെ വെബ്സൈറ്റായ www.lpsc.gov.in എന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് ഇതിലേക്ക് മെയ് 12 വരെ അപേക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. എലിജിബിളുള്ള കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യുക. ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. തിരുവനന്തപുരം വലിയമലയിലുള്ള ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്റർ ISRO കീഴിലുള്ള സ്ഥാപനമാണ്. അവിടെയാണ് ഈ വേക്കൻസി ഉള്ളത്. 6 വേക്കൻസികളാണ് ഇതിലേക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതിലേക്ക് 35 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഏജ് റിലാക്സേഷൻ ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. SC/ST-കാർക്ക് 5 വർഷവും OBC നോൺ ക്രീമിയിലുള്ളവർക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധിയിലുള്ള ആളുകൾ ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. സെലക്ഷൻ പ്രൊസീജിയർ റിട്ടൺ ടെസ്റ്റ് ഉണ്ടാകും, അതിനുശേഷം ഇൻ്റർവ്യൂ ഉണ്ടാകും, അതിനുശേഷമായിരിക്കും ഫൈനൽ നിയമനം ലിസ്റ്റ് തയ്യാറാക്കുക എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഇനി വേക്കൻസി ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ 6 വേക്കൻസികളാണുള്ളത്. ഇതിലേക്ക് ആദ്യത്തെ 2 വേക്കൻസികളിലേക്ക് മെക്കാനിക്കൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗുള്ള BTech ബിരുദം, അതോടൊപ്പം MTech ബിരുദമാണ് വേണ്ട യോഗ്യത. MTech പറഞ്ഞിരിക്കുന്ന സ്പെഷ്യലൈസേഷൻ വെൽഡിംഗ് ടെക്നോളജി അല്ലെങ്കിൽ മെക്കാനിക്കൽ വെൽഡിംഗ് ആൻഡ് ഷീറ്റ് മെറ്റൽ എഞ്ചിനീയറിംഗ് ആണ് ഒരു വേക്കൻസിയിലേക്ക്. രണ്ടാമത്തെ വേക്കൻസിയിലേക്ക് ടർബോ മെഷീനിങ്, അതുപോലെ ഇൻറ്റേർണൽ കമ്പസ്റ്റ് എഞ്ചിനീയറിംഗ്, അതിലുള്ള BTech അല്ലെങ്കിൽ അതിലുള്ള MTech അല്ലെങ്കിൽ ME ബിരുദമാണ് വേണ്ട യോഗ്യത. അങ്ങനെ 2 വേക്കൻസി അതാണ്. മൂന്നാമത്തെ 4ാമത്തെ വേക്കൻസികളിലേക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷന്, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ഇതിലേതെങ്കിലുമുള്ള BTech ബിരുദമാണ് വേണ്ട യോഗ്യത. അതോടൊപ്പം ഒരു പോസ്റ്റിലേക്ക് പവർ ഇലക്ട്രോണിക്സിലുള്ള MTech അല്ലെങ്കിൽ ME ആയിരിക്കണം. രണ്ടാമത്തെ വേക്കൻസിയിലേക്ക് മൈക്രോവേവ് എഞ്ചിനീയറിംഗുള്ള ME അല്ലെങ്കിൽ MTech ബിരുദമാണ് വേണ്ട യോഗ്യത. അങ്ങനെ 4 വേക്കൻസികളിലേക്ക് BTechും MTechും വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത 2 വേക്കൻസികളിലേക്ക് BTech മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗിലുള്ള BTech ബിരുദം ആണ് വേണ്ട വേക്കൻസി. 2 വേക്കൻസികളാണുള്ളത് എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അതോടൊപ്പം വേണ്ട യോഗ്യത പറയുകയാണെന്നുണ്ടെങ്കിൽ BTechന് 65% മാർക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കണം. MTechന് 60% മാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ BTechന് CGPA ആണെങ്കിൽ 6.84 CGPA ഔട്ട് ഓഫ് 10 ഉണ്ടായിരിക്കണം. MTechനാണെങ്കിൽ 6.5 CGPA ഔട്ട് ഓഫ് 10 ഉണ്ടായിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. ശമ്പള സ്കെയിൽ മികച്ച കേന്ദ്ര സർക്കാരിൻ്റെ 7ാം ശമ്പള സ്കെയിലെ ലെവൽ 10 അപ്പോയിൻമെൻറ്റാണ്. അടിസ്ഥാന ശമ്പളം തന്നെ 56,100 ആണ്. 56,100 മുതൽ 1,77,500 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. തുടക്ക ശമ്പളം തന്നെ 1 ലക്ഷം രൂപയിൽ കൂടെ ലഭിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപേക്ഷാ ഫീസുണ്ട്. എല്ലാ കാൻഡിഡേറ്റ്സും പരീക്ഷ എഴുതുന്ന അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന എല്ലാവരും 750 രൂപ അപേക്ഷാ ഫീസായിട്ട് ഓൺലൈനായിട്ട് സമർപ്പിക്കണം. എന്നാൽ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ SC/ST-കാരുള്ളവർക്കും വനിതകൾക്കും എക്സ്-സർവീസ്മെൻ കാൻഡിഡേറ്റ്സിനും ഡിസബിലിറ്റി ഉള്ളവർക്കും ഫുൾ എമൗണ്ട് 750 രൂപയും റീഫണ്ട് കിട്ടുന്നതായിരിക്കും. ബാക്കിയുള്ള ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ 500 രൂപ ആയിരിക്കും റീഫണ്ട് കിട്ടുക എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. താല്പര്യമുള്ളവർ അവരുടെ വെബ്സൈറ്റായ www.lpsc.gov.in ഈ സൈറ്റ് വഴി വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇത്ര നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടാൽ രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ ചാനൽ സപ്പോർട്ട് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.